ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കീർത്തീസ് വേൾഡ്. ഇന്ന് നമുക്കിവിടെ ഒരു അടിപൊളി എല്ല് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടേക്ക് ഞാൻ 1.5 കിലോ എല്ലാണ് എടുത്തേക്കുന്നത്. എല്ല് കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു കുക്കറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ എരിയുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസുള്ള ഒരു 1.5 സവാളയും കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിലോട്ട് വെക്കുകയാണ്. ഒരു 6 വിസിൽ കേൾക്കുന്നിടം വരെ നമ്മൾ ഇത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. വിസിലടിച്ച് പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ ഇത് പിന്നീട് തുറക്കാൻ പാടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു 1.5 മുറി സവാള അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റി വന്നതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെയും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. കൂട്ടത്തിൽ ഞാൻ 2-3 കരിയാപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ മസാലകളെല്ലാം പച്ചമണം മാറുന്നിടം വരെയും നമ്മൾ വഴറ്റി കൊടുക്കണം. നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചാറ് വറ്റി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് നമ്മുടെ എല്ലുകറി നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. ചാറെല്ലാം കൂറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടേസ്റ്റ് എല്ലാം ഉപ്പ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു എല്ലുകറിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.